ഹായ് ഗായ്സ്, അങ്ങനെ പൂരം വെടിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് എക്സിബിഷന് പോകാനുള്ള ബുദ്ധി വെച്ചത്. അങ്ങനെ ഞാനും ഫിദയും നാദരും ഇത്തയും കൂടിയിട്ട് എക്സിബിഷന് പോകാൻ കേട്ടോ. ഫിദ അവിടെ കൺവിൻസിങ് ആണ് ഇത്താനെ. ലൈഫിൽ ആദ്യമായിട്ടാവും ഞാൻ ഇത്രയും ലേറ്റ് ആയിട്ട് എക്സിബിഷന് പോകണ്ടാവുക. എക്സിബിഷന് പോയി കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ കാണാം, പ്രത്യേകിച്ച് ഈ കമ്മലൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സുഖം. പിന്നെ അവിടെയുള്ള അൽക്കുടുത്ത സാധനങ്ങളൊക്കെ കണ്ട് ഞങ്ങളങ്ങോട്ട് നിർവൃതി അണഞ്ഞു. കാണൽ മാത്രമല്ല കേട്ടോ, ഫുഡ് എന്ന് പറയുന്ന സാധനം വളരെ സ്പെഷ്യലാണല്ലോ. നമുക്ക് എക്സിബിഷന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കുറേ ടേസ്റ്റ് ചെയ്യാൻ കിട്ടില്ല. അതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. പിന്നെ അത് എനിക്ക് ഈ കീച്ചീൻ ഭയങ്കര ഇഷ്ടമായി, പക്ഷെ വാങ്ങാൻ പറ്റിയില്ല. പിന്നെ നോക്കുമ്പോൾ ഒരു വെറൈറ്റി സാധനം, അതെന്താവോ സാധനം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അലുവയൊക്കെ ടേസ്റ്റ് നോക്കി. ഫിദയാണെങ്കിൽ എന്ത് കിട്ടിയാലും അവളുടെ സ്നേഹനിധിയായ നാത്തൂന് കൊടുക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അതേ ഈ വക സാധനങ്ങൾ കയറണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ഇതിൻ്റെയൊക്കെ അവസ്ഥ കണ്ടപ്പോൾ എല്ലാവരും പേടിച്ച് മാറി നിൽക്കുകയാണ് കേട്ടോ. കയറാത്തതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. പിന്നെ അതേ ഇത് കണ്ടപ്പോഴേക്കും ഫിദയുടെ കിളിയേ പോയിട്ടുണ്ട്. ദേടാ, ഇതാണ് ഞങ്ങളുടെ മെയിൻ സാധനം, ഞങ്ങളുടെ പോസ്റ്റർ, ഞങ്ങളുടെ റൈനയുടെ സ്വന്തം പോസ്റ്റർ. ഇത് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് തുള്ളിയൊക്കെ ചാടി. അത് കഴിഞ്ഞിട്ട് നേരെ ISRO അത് ഇത് അവിടെ ഇവിടെയൊക്കെ കയറി ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.